ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 23 സങ്കീർത്തനം അതിൻ്റെ 4 വാക്യം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. വളരെ സുപരിചിതമായ വേദഭാഗം. എത്രയോ പ്രാവശ്യം നമ്മൾ ധ്യാനിച്ചിട്ടുള്ള വേദഭാഗമാണ്. എത്രയോ പ്രാവശ്യം നമ്മൾ പ്രസംഗങ്ങളിലൂടെയും നമ്മൾ തന്നെ ഉച്ചരിച്ച് മനഃപ്പാഠമാക്കിയിട്ടുള്ള വേദഭാഗമാണ് 23 സങ്കീർത്തനം. യഹോവ എൻ്റെ ഇടയനാകുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ നാവിൻ തുമ്പിൽ പോലും ആദ്യമേ വരുന്ന ഒരു വേദഭാഗമാണ് 23 സങ്കീർത്തനം. യഹോവ എൻ്റെ ഇടയനാകുന്നു. അവിടെ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുകയാണ്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കൂരിരുളിൻ്റെ അന്ധകാരത്തിൻ്റെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാലും ഞാൻ അതിനെ ഭയപ്പെടുകയില്ല. രോഗങ്ങളും പീഡകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ വന്നാലും ഞാൻ അതിനെ ഭയപ്പെടുകയില്ല. കാരണം ഉറച്ച വിശ്വാസമാണ്, ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഇതാ, അനേകം ബാശാൻ കൂട്ടങ്ങൾ എന്നോട് എതിർത്ത് വന്നാലും അനേകായിരങ്ങൾ എൻ്റെ നേരെ എതിർത്ത് വന്നാലും ഞാൻ അവരെ ഒന്നും ഭയപ്പെടുകയില്ല. കാരണം ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഏത് തിന്മ പ്രവർത്തിക്കുന്നവരുടെ ഇടയിൽ ഞാൻ ജീവിച്ചാലും ശരി, ആ തിന്മ പ്രവർത്തിക്കുന്ന സ്വഭാവം ഒന്നും എന്നിൽ ഏൽക്കാതെ ഞാൻ ആത്മാവിൽ ഉറപ്പുള്ളവനായി ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുമെന്ന് ഇതാ ദാവീദ് എന്ന സങ്കീർത്തനക്കാരൻ പറയുകയാണ്. കൂരിരുളിൻ്റെ അനുഭവം ഉണ്ടായേക്കാം. ഞാൻ ഓഫീസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അവിടെ കൈക്കൂലി വാങ്ങിക്കുന്നവരുണ്ടായിരിക്കാം, തെറ്റായ സമീപനങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകാം. അല്ലെങ്കിൽ നമ്മൾ ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും സ്ഥാപനം തുറക്കുവാനായിട്ട് പണസ്വാധീനമുള്ളവരും രാഷ്ട്രീയ സ്വാധീനമുള്ളവരും ഒക്കെ നമ്മളെ വന്ന് സ്വാധീനിച്ചേക്കാം. വലിയ വലിയ വാഗ്ദാനങ്ങൾ തന്നേക്കാം. ആ വാഗ്ദാനങ്ങളൊന്നും ഞാൻ വീഴുകയില്ല. അവരുടെ ഇടയിൽ ഞാൻ ജോലി ചെയ്യുമ്പോഴും അവരുടെ സ്വഭാവം ഞാൻ എൻ്റെ കൈകളിൽ കളങ്കമില്ലാതെ ഞാൻ സൂക്ഷിക്കുമെന്ന് ഈ സങ്കീർത്തനക്കാരൻ പറയുകയാണ്. പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ മറുനാട്ടിലും വിദേശത്തും കോളേജിലൊക്കെ പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ അനേകം കുട്ടികൾ ഞാൻ സിനിമയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ പഠിക്കാൻ ഏത് ലക്ഷ്യത്തോടുകൂടിയാണോ നമ്മളെ വിട്ടത് ആ സ്കൂളിൽ കയറാതെ ക്ലാസ് കട്ട് ചെയ്ത് സിനിമ കാണാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അതൊന്നും അവരുടെ സ്വഭാവം എന്നിൽ വരാതെ എന്നെ ഏത് കാര്യത്തിന് വേണ്ടിയാണോ എൻ്റെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വിട്ടത് ഞാൻ അതിൽ കേന്ദ്രീകരിക്കുമെന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പറയുന്ന ഒരു ചിന്ത, അങ്ങനെ ഒരു ആശയം നമ്മുടെ മനസ്സിൽ വരുന്ന പോലെ ദാവീദ് പറയുകയാണ്, കൂരിരുൾ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. മുള്ളിൻ്റെയും പറക്കാരുടെയും ഇടയിൽ ജീവിച്ചാലും ശരി, ആ മുള്ളിൻ്റെയും പറക്കാരുടെയും ഒക്കെ മുള്ളുകളും കൂർത്ത മുനകളുമൊക്കെ എന്നെ കുന്തി ഏൽപ്പിച്ചാലും ശരി, എന്നാലും ആ മുള്ളിൻ്റെയും പറക്കാരയുടെയും സ്വഭാവം എന്നിൽ വരികയില്ല എന്ന് ദാവീദ് പറയുകയാണ്. ഏത് സാഹചര്യത്തെയും, ഈ ലോകം കളങ്കപ്പെട്ടതാണ്, ഈ ലോകം പൈശാചികമാണ്. ആ കളങ്കപ്പെട്ട ലോകത്തിൽ ജീവിക്കുമ്പോൾ ആ ലോകത്തിൻ്റെ കളങ്കം എന്നിൽ പറ്റാതെ ഞാൻ എന്നെ തന്നെ കാത്ത് ദൈവാശ്രയബോധമുള്ളവനായി ജീവിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് 1979 80കളുടെ തുടക്കം, അവിടെ ഈ ഫൈനൽ ഡിഗ്രി, അതായത് അവസാന വർഷ ഡിഗ്രിക്കാരുടെ എല്ലാവരും കൂടെ ഒരു പിക്നിക് പ്രോഗ്രാം തയ്യാറാക്കിയാണ്. തിരുവനന്തപുരത്ത് 2 ദിവസത്തെ പ്രോഗ്രാമാണ്. അതായത് ആ മ്യൂസിയം കാണണം, ശ്രീപത്മനാഭ ക്ഷേത്രം കാണണം, കടൽ തീരത്ത് പോകണം, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു 2 ദിവസത്തെ ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാണ്. 45 പേരടങ്ങുന്ന ഒരു സംഘം തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോൾ അവിടെ വളരെ ഹിറ്റായ 80-ൽ ഇറങ്ങിയ വളരെ ഹിറ്റായ മോഹൻലാലിൻ്റെ ചിത്രമാണ്. അതിൻ്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. അതിനകത്ത് മോഹൻലാൽ പ്രതിനായകനായിട്ടാണ് അഭിനയിക്കുന്നത്. ശങ്കറും പൂർണിമ ജയറാമുമാണ് അതിൻ്റെ അകത്തെ നായികന്മാർ. അവിടെ മോഹൻലാൽ ഒരു പ്രതിനായകൻ്റെ ഒരു രംഗമാണ് പുള്ളി അഭിനയിക്കുന്നത്. അപ്പം ഇങ്ങനെ ആ ഒരു ചിത്രം ഭയങ്കര ഹിറ്റാണ്. ആ ചിത്രത്തിന് പോകാനായിട്ട്, നൂൺ ഷോയ്ക്ക് പോകാനായിട്ട് പ്ലാൻ ഇടുകയാണ്. അപ്പം നേരത്തെ അവിടെ പരിചയമുള്ള ഒരാളിനോട് പറഞ്ഞ് നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് എല്ലാവരും കൂടെ പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടി അവൾ പറയുകയാണ്, ഞാൻ സിനിമയ്ക്ക് പോകാറില്ല, കാരണം എൻ്റെ വിശ്വാസത്തിനെതിരാണ്, ഞാൻ സിനിമയ്ക്ക് പോകാറില്ലെന്ന് പറയാൻ. അപ്പോൾ പല ആൾക്കാരും പറഞ്ഞ്, ഒറ്റയ്ക്ക് ഇങ്ങനെയായി മുറിയിലിരിക്കുന്നത്, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവളെ നിർബന്ധിക്കുകയാണ്. അവൾ പറഞ്ഞ്, ഞാൻ വരുന്നില്ല എന്ന് പറയുകയാണ്. അപ്പം അങ്ങനെ ഇന്ന്
പ്രഗത്ഭനായ ഒരു തിരുമേനി അന്ന് വിദ്യാർത്ഥിയായിട്ട് ഈ കൂട്ടത്തിലുണ്ട്. ആ തിരുമേനി പറയുന്നുണ്ട്, "കുഴപ്പമില്ല, ഞാനും അതൊന്നും കാണാത്തതാണ്. പക്ഷേ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇവരോട് ഒരു സന്തോഷത്തിന് വേണ്ടി ഒന്ന് സഹകരിക്കാമെന്ന്" പറയുകയാണ്. അങ്ങനെ പറയണമെന്ന് പറഞ്ഞ് ഇവരെ നിർബന്ധിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അവര് മനസ്സില്ലാ മനസ്സോടെ ആ പെൺകുട്ടി ഈ പടം കാണാനുമായിട്ട് പോവാനായിട്ട് ഒരു അതായത് ഒരു വേർപാട്, അതായത് പെന്തിക്കോസ്ത് സഭയിൽപ്പെട്ട ഒരു സഹോദരിയായിരുന്നു. അപ്പോൾ അവര് ഇങ്ങനെ സിനിമയ്ക്ക് പോവാൻ ആഗ്രഹമില്ല. എന്നാലും എല്ലാവരും നിർബന്ധിച്ചപ്പോൾ മനസ്സില്ലാ മനസ്സോടെ പോകുവാനായിട്ട് അവര് നിർബന്ധിതയാവുകയാണ്. അങ്ങനെ സിനിമയ്ക്ക് പോകാനായിട്ട് എല്ലാവരും കൂടെ ആ തിയേറ്ററിലോട്ട് അടുക്കാറാകുമ്പോൾ ദേ ഇതാ ആ കടകമ്പോളങ്ങളെല്ലാം അടയ്ക്കുന്നു. എല്ലാ സ്ഥാപനങ്ങളും അടയ്ക്കുന്നു. കാരണമൊന്നും മനസ്സിലായില്ല. അപ്പോഴാണ് ചോദിക്കുന്നത്, സിനിമാശാലകളൊന്നും പ്രവർത്തിക്കുന്നില്ല. കാരണം AKG സെന്ററിന് ആരോ കല്ലെറിഞ്ഞു. അതുകൊണ്ട് ഇന്ന് സമരമാണ്. എല്ലാ സ്കൂളുകളും എല്ലാ കടകമ്പോളങ്ങളും അടച്ച് ഹർത്താൽ ആചരിക്കുകയാണ്. സമരമാണെന്ന് പറയുകയാണ്. ഇതാ അവിടെ ആ സിനിമാ തിയേറ്ററും തുറക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഒരാളുടെ വിശ്വാസം സംരക്ഷിക്കാൻ ആണെങ്കിൽ പോലും ദൈവം അവിടെ ഉണർന്ന് പ്രവർത്തിക്കും എന്നുള്ളതിന് ഒരുപക്ഷേ ഒരു തെളിവായിരിക്കാം ഇത്. ഇതാ ആ കുട്ടിയുടെ വിശ്വാസം സംരക്ഷിക്കാനായി, അവൾക്ക് സിനിമയ്ക്ക് പോകാൻ ആഗ്രഹമില്ല. അവൾ ദൈവാശ്രയബോധമുള്ളായി ജീവിക്കുകയാണ്. സിനിമയ്ക്ക് പോകുന്ന അത്ര പാപമൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ഒരു സംഭവം ഉദാഹരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവൾ പറയാണ്, അവൾക്ക് സിനിമയ്ക്ക് പോകാൻ ആഗ്രഹമില്ല. അവളുടെ വിശ്വാസത്തിൽ ഉറച്ചതുകൊണ്ട് അവൾ എപ്പോഴും വേദപുസ്തകം വായിക്കുകയും വചനങ്ങളൊക്കെ ഉച്ചരിക്കുകയും ചെയ്യുന്ന ദൈവം അവരുടെ കൂടെയുണ്ട്. ഈ ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ തന്നെ ഈ ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ സൂക്ഷിക്കുന്ന ഒരു സഹോദരി. അവളുടെ വിശ്വാസം സംരക്ഷിക്കുവാനായിട്ട് ഒരാളുടെ ആഗ്രഹമാണെങ്കിൽ പോലും അവളുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയെന്ന ഒരു ദൈവത്തെ അവിടെ കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ഏത് സാഹചര്യത്തിലായിക്കോട്ടെ, തിന്മയുടെ അനുഭവത്തിൽ, തിന്മ പ്രവർത്തിക്കുന്ന ലോകത്തിൽ കൂട്ടുകാരുടെ അനുഭവത്തിലൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയാൻ ഇടയാകരുത്, അവൻ്റെ കൂടെ ജീവിച്ച് ഞാനും അങ്ങനെ ആയിപ്പോയെന്ന് പറയാതെ എന്നിലൂടെ മറ്റുള്ളവർ നന്മയിലേക്ക് വരണം. ദാവീദ് പറഞ്ഞ പോലെ ഈ കൂരിരുൾ താഴ്വരയുടെ അനുഭവം നമ്മൾ ഉണ്ടാകാം. ആ താഴ്വരയിൽ നമ്മൾ ഭയപ്പെടുകയല്ല വേണ്ട. ഭയപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിക്കുന്നവരുടെ ഇടയിൽ ഞാൻ കൈക്കൂലി വാങ്ങിച്ചില്ലെങ്കിൽ എന്താകും, അവരെ എന്നെ കൂടെ കൊടുക്കുമെന്ന് ഭയപ്പെടാതെ, ഞാൻ ഉറച്ച വിശ്വാസത്തോടെ ആത്മാവിൽ ഉറപ്പുള്ളവരായി ദൈവാശ്രയബോധത്തോടെ ജീവിക്കുമ്പോൾ ഇതാ നിന്റെ വിശ്വാസത്തിന് വേണ്ടി, നിന്റെ വിശ്വാസം സംരക്ഷിക്കാനുമായി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണുവാൻ സാധിക്കും. അത് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ കുട്ടിയെപ്പോലെ അവളുടെ വിശ്വാസം സംരക്ഷിക്കാനായി അവൾ ഉള്ളുരി പ്രാർത്ഥിക്കുവാണ്. മനസ്സിലോടെ അവൾ പോകാൻ നിർബന്ധിതമാകുമ്പോഴും അവിടെ ഇതാ ദൈവം അവിടെ മനസ്സിനെ കണ്ടറിയുന്നു. അവിടെ വിശ്വാസം സംരക്ഷിക്കാൻ ഇറങ്ങുന്ന ദൈവം ഇന്നും ആ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. നമുക്ക് തിന്മ പ്രവർത്തിക്കാതെ നന്മ മാത്രം പ്രവർത്തിക്കുവാനായി നമ്മുടെ മനസ്സ് ദൈവാശ്രയബോധത്തോടെ ദൈവത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഇതാ നിന്റെ വിശ്വാസം സംരക്ഷിക്കാനുമായി ഇറങ്ങി വന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ ദാവീദിനെ പോലെ നമുക്കും പറയാനാകട്ടെ, കൂരിരുൾ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും പടിയില്ല. ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും പാപം എന്നെ തീണ്ടാതെ ഞാൻ എന്നെ തന്നെ പവിത്രമായി ദൈവാശ്രയ ബോധമുള്ളവനായി ദൈവത്തിൻ്റെ ആത്മാവിൽ ഉറപ്പുള്ളവനായി ജീവിക്കും എന്നുള്ള ബോധ്യത്തോടെ, ദൈവാശ്രയ ബോധത്തോടെ ദൈവത്തോട് ചേർന്നുകൊണ്ട് ജീവിക്കാം. ദാവീദിനെ പോലെ നമുക്കും പറയാം, കൂരിരുൾ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. അങ്ങനെ പറയുവാൻ നമുക്ക് ഇടയാകട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.